യെസ്, നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ്, കോമൺ മിസ്റ്റേക്സ് ആണ്. ആൻഡ് അത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്ത് ടോപ്പ് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എപ്പോഴും അല്ലെ, യെസ്, ചെയ്യേണ്ട സമയത്ത് ആൻസർ ചെയ്യേണ്ട സമയത്ത് റൈറ്റിംഗ് ലെങ്തി പാരഗ്രാഫ്സ് വിത്തൗട്ട് പ്രോപ്പർ സ്ട്രക്ചർ. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാരി വലിച്ചും എഴുതും, ഒരു സ്ട്രക്ചർ ഇല്ലാതെ അല്ലെ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് യെസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേണ്ട സ്ഥലത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് എഴുതും. ഓക്കെ, അതായത് റൈറ്റിംഗ് ലോങ് അൺസ്ട്രക്ചേർഡ് ആൻസേഴ്സ്, നമ്മൾ ആവശ്യമില്ലാതെ ലെങ്തി ആൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ഈ മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം? പിന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ലോങ് അല്ലെ വാരി വലിച്ച് എഴുതുന്നതിന് പകരം പോയിന്റ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക അല്ലെ. യൂസ് പോയിന്റ് വൈസ് ഫോർമാറ്റ്. ഈവൻ 3 മാർക്സിനാണെങ്കിലും 5 മാർക്സിനാണെങ്കിലും ഓക്കെ, നമുക്കറിയാം ഒരു ലൈക്ക് ഒരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. എങ്ങനെയാണ് ഇതിനൊരു സ്ട്രക്ചർ വരുന്നത്? അതിന് ആദ്യം വരുന്നത് ഒരു ഇൻട്രൊഡക്ടറി ലൈൻ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് ബുള്ളറ്റ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആരോസ് യൂസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിസ്റ്റ് പോയിന്റ്സ് ആയിരിക്കും അല്ലെ, അതിന്റെ ഒരു ബോഡിയിൽ വരുന്ന അല്ലെ എന്താണ് കോണ്ടന്റ് ആയിരിക്കും. ഓക്കെ, യെസ്, അത് 1-2 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് അടുത്തെന്ന് പറയുന്ന ഒരു യെസ് കൺക്ലൂഡ് ചെയ്തല്ലേ, എൻഡ് വിത്ത് കൺക്ലൂഷൻ ആയിരിക്കും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് വൈസ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ആൻസർ ചെയ്യണം അല്ലെ. അത് മാത്രമല്ല ഇങ്ങനെ യെസ് പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാലോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ്, ഡേറ്റ്സ്, പ്ലേസിന്റെ നെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിരിക്കണം അല്ലെ. എന്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്യണം എന്ന് പറയുന്നത്, ഇത് വാലിഡേറ്റ് ചെയ്യുന്ന അല്ലെ എക്സാമിന് എക്സാമിനേഴ്സിന്റെ അറ്റൻഷൻ എന്ത് ചെയ്യണം, നമ്മള് ഇതിലേക്ക് കൊണ്ടുവരണം. ഈ കുട്ടി എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് ടോപ്പ് സ്കോർ ചെയ്യാനുള്ള ടോപ്പ് സ്കോർ കിട്ടാനുള്ള സോഷ്യൽ സയൻസിൽ ടോപ്പ് സ്കോർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇഗ്നോറിംഗ് കീവേഡ്സ് ആൻഡ് കീ ഫ്രേസസ് ആണ്. അതായത് നമ്മൾ നന്നായിട്ട് പോയിന്റ് വൈസ് ഒക്കെ ആയിട്ട് എഴുതും, ബട്ട് ചില സമയങ്ങളിൽ എന്ത് പറ്റാറുണ്ട്, നമുക്ക് ആക്സിഡന്റലി ഓക്കെ, ചിലപ്പോൾ ഇന്റൻഷനലി തന്നെ ചെയ്യാറുണ്ട്, ചില ആൾക്കാർ അറിയാതെ ചെയ്തു പോകാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കീവേഡ്സ് ആൻഡ് കീ ഫ്രേസസ് എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്ത് കളയും. ഓക്കെ, അതായത് റൈറ്റിംഗ് ജനറിക് ആൻസേഴ്സ് വിത്ത് ഇമ്പോർട്ടന്റ് ടേംസ്, അതായത് കാഷ്വൽ വേർഡ്സ് ഒക്കെ വെച്ച് എഴുതി കളയും. സോഷ്യൽ സയൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നോർമൽ കാര്യങ്ങൾ വെച്ച് എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സ്പെസിഫിക് വേർഡ് വരേണ്ട സ്ഥലത്ത് അത് തന്നെ വരണം. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാനുള്ള ചാൻസ് കൂട്ടും. ഓക്കെ, അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഐഡന്റിഫൈ കീവേഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഇൻക്ലൂഡ് ദം. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്കെ, നമ്മൾ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഫോർ എക്സാമ്പിൾ എന്താണ് പ്രൈവറ്റൈസേഷൻ, അർബനൈസേഷൻ, ഇങ്ങനെ പോലെയുള്ള ഒരുപാട് കീവേഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ടേമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഫോർ എക്സാമ്പിൾ ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ആ ഒരു ടേം കറക്റ്റ് കിട്ടണമെങ്കിൽ അതൊരു കീവേഡ് ആണ്. ഓക്കെ, അതങ്ങനെ തന്നെ വായിക്കണം, അങ്ങനെ തന്നെ നിങ്ങൾ ഗ്രാസ്പ് ചെയ്യണം. ആൻഡ് അടുത്തത് ഫോർ എക്സാമ്പിൾ ആൻസറിങ് അബൌട്ട് ഡെമോക്രസി. ഓക്കെ, ഡെമോക്രസിനെ പറ്റി നമ്മൾ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് യൂസ് വേർഡ്സ് ലൈക്ക് പാർട്ടിസിപ്പേഷൻ, യെസ് പാർട്ടിസിപ്പേഷൻ, അക്കൗണ്ടബിലിറ്റി, റെപ്രസെന്റേഷൻ, ഒക്കെ എന്താണ് കീവേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതണം. ഇതിന് നമ്മൾ യെസ് വേറെ എന്താണ് യെസ് വേറെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ എഴുതിയിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഈ കീവേഡ്സ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാണ് പോയിന്റ് വൈസ് എഴുതുന്ന സമയത്ത് യെസ് അണ്ടർലൈൻ ചെയ്യണം അല്ലെ. ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മിസ്റ്റേക്ക് നമുക്ക് ഇങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ എപ്പോഴും വരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്, നോട്ട് റൈറ്റിംഗ് അക്കോർഡിംഗ് ടു ദ മാർക്ക് അലോട്ടഡ് അല്ലെ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ വാരി വലിച്ചെഴുതും, 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 3 മാർക്സ് 4 മാർക്സിനുള്ള ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപാട് എഴുതില്ല. അങ്ങനത്തെ മിസ്റ്റേക്ക് പലരും വരുത്താറുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈമിനെയും ഒരുപാട് കൺസ്യൂം ചെയ്യാറുണ്ട് അല്ലെ. യെസ്, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, യെസ് റൈറ്റിംഗ് ടു മച്ച് ഫോർ 1 മാർക്ക് അല്ലെ. 1 മാർക്ക് നമ്മൾ വാരി വലിച്ചെഴുതുന്നതിന് പകരം എന്ത് ചെയ്യുക, 1 മാർക്ക് ഇൻ 1 ലൈൻ ആൻസർ മതി. 1 മാർക്കിന് ഒറ്റ ലൈൻ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. അപ്പൊ 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യനോ,
3 മാർക്സിന് നിങ്ങൾക്ക് 3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൻസറിന് ഒരു ആൻസർ ചെയ്യാൻ പറ്റിയ 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ത് ചെയ്യുക, 3 വാലിഡ് പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് 5 മാർക്സിനാണെങ്കിൽ 5 to 6. ഓക്കെ, 5 to 6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ 5 to 6 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങൾ ഓർത്തിരിക്കണം വേർഡ് ലിമിറ്റ് അല്ലേ. വേർഡ് ലിമിറ്റ് ആ ഒരു ആൻസറിന് ഇത്രയും എഴുതിയാൽ മതി എന്നുള്ള ബോധം എപ്പോഴും എഴുതുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇല്ലേ നിങ്ങൾ വാരി വലിച്ച് എഴുതിപ്പോ നിങ്ങളെ സമയം പോകും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് മാപ്പ് വർക്ക്. നമുക്ക് ജോഗ്രഫിയിലാണെങ്കിലും അല്ലെങ്കിൽ ഹിസ്റ്ററിയിലാണെങ്കിലും ഒരുപാട് മാപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ മാപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എല്ലാവരും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മേ ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെ ഓരോ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ഒരുപാട് സോഴ്സ് ഒക്കെ റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിക്കും അല്ലെ. ഇത് മാർക്ക് ചെയ്യാൻ പലപ്പോഴും ആൾക്കാർക്ക് അറിയാതെ പോകും. ഫോർ എക്സാമ്പിൾ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് അല്ലേ, അതിന്റെ ക്യാപിറ്റൽ എവിടെയാണ്, മേജർ സിറ്റീസ് എവിടെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാം, ഇവരുടെ മാർക്ക് ചെയ്യണം എന്ന് അറിയില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് മാപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാപ്പ് വർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം എന്ത് ചെയ്യുക, മാപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ പ്രീവിയസ് ഇയർ അല്ലെ പാസ്റ്റ് ഇയർ നിങ്ങൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മാപ്പ് വർക്ക്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, യൂസ് എ ഷാർപ്പ് പെൻസിൽ ആൻഡ് ലേബിൾ കറക്റ്റ്ലി. കൃത്യമായിട്ട് അത് ലേബിൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. എങ്കിൽ മാത്രമേ മാപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് മാപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന്, കാരണം അത്രയും ടൈം വേണ്ട നമുക്ക് മാപ്പ് വർക്കിന് അല്ലെ. നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്താൽ മതി. ഇത്രയും ടൈം നമുക്ക് തരും. നമുക്ക് ടൈം അത്രയും കൺസ്യൂം ചെയ്യേണ്ടാത്ത അല്ലെ, ഇത്രയും സ്കോർ കിട്ടുന്ന ഒരു ഏരിയയാണ് മാപ്പ് വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് മാർക്ക് ചെയ്തതിനു ശേഷം ലാബിൽ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മാപ്പ് വർക്ക്സ് കൃത്യമായിട്ട് റീചെക്ക് ചെയ്യണം. ഓക്കെ, ഡബിൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ മാർക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് ചെന്നൈയിൽ പോയിട്ട് ഓക്കെ നിങ്ങൾ ചെന്നൈ കറക്റ്റ് ആയിരിക്കും ആൻസർ ചെയ്തത്, പക്ഷെ നിങ്ങൾ ഓപ്ഷൻ എ ആയിരിക്കും കൊടുത്തത്, ഓപ്ഷൻ ബിന്റെ ആൻസർ ആയിരിക്കും ചെന്നൈ. ഓക്കെ, അപ്പൊ അങ്ങനെ മാറിപ്പോയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, മാപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു മിസ്റ്റേക്ക്, forgetting to give examples in especially in geography and economics. ഓക്കെ, എന്താണ് ജോഗ്രഫിന്റെ എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഈ ഒരു എക്സാമ്പിളിന്റെ ഒരു കാര്യം നിർബന്ധം എന്ന് പറയുന്നത്? നോക്കിയോ, യെസ്, റൈറ്റിംഗ് തിയറിറ്റിക്കൽ ആൻസേഴ്സ് വിത്തൗട്ട് എക്സാമ്പിൾസ്. അതായത് ജോഗ്രഫിയിലും എക്കണോമിക്സിലും ഒക്കെ നമ്മളൊരു ആൻസർ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസിനേക്കാൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്ടിനെ പറ്റി ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബക്രാൻ അങ്കിൾ അല്ലെ പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ എഴുതിയിട്ട് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സാമ്പിൾ വെച്ച് എഴുതുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള എസ്പെഷ്യലി ജോഗ്രഫി ആൻഡ് എക്കണോമിക്സിൽ നിന്നും കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു മിസ്റ്റേക്ക്, നോട്ട് റീഡിംഗ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി അല്ലെ. എടുത്ത് ചാടി എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു കീവേഡ് ഒക്കെ ആയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ, ഓക്കെ അതിതാണോ എന്ന് പറഞ്ഞ ചാടി കയറി ആൻസർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ വായിച്ച് അവസാനമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്, ആൻസർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിയലൈസേഷൻ വരുന്നത് ഇതല്ല ഇതിലെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ ആയിരുന്നു. മേ ബി വീട്ടിൽ ചെന്നിട്ടായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് 2-3 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കിയിട്ടുണ്ടാവണം. ഇന്നാണ് കറക്റ്റ് അതിൽ കൊടുക്കേണ്ട ആൻസർ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ബിഫോർ റൈറ്റിംഗ്, മാക്സിമം 3 times. ഓക്കെ, നമുക്ക് അത്രയും ടൈം ഉണ്ടാവില്ല. മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ട്വൈസ് 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഐഡന്റിഫൈ കീവേഡ്സ് ലൈക്ക് എക്സ്പ്ലെയിൻ. ചില ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുള്ളൂ, ചിലത് ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കാം, ചിലത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനായിരിക്കാം. അപ്പൊ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഓരോ ടൈപ്പ് ആൻസർ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുക. സോ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ആൻഡ് അടുത്തൊരു മിസ്റ്റേക്ക് എന്താണ്, poor handwriting and presentation. നമുക്കിപ്പോ എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഓരോ ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. നന്നായിട്ട് പഠിക്കുന്ന നമുക്ക് ഉണ്ടാവും ഒരു poor ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, അത് നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, അത് അത്ര സൂപ്പർ ആവണമെന്നില്ല, ബ്യൂട്ടിഫുൾ ആവണമെന്നില്ല, ഓക്കെ കാണുന്ന ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആവണമെന്നില്ല. നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ, നമുക്ക് ഒറിജിനലി നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണോ അത് വൃത്തിയിൽ എഴുതാൻ നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ സമയം വെച്ചിട്ട് വൃത്തിയിൽ നമ്മൾ ഒരു ആൻസർ പ്രസന്റ് ചെയ്യാൻ നോക്കാം. നീറ്റ് ആയിട്ട് എഴുതാം, നീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ, ആൻഡ്
Leave a line after each answer to make your sheet look neat. നമുക്കറിയാം ആൻസർ, നിങ്ങൾക്കറിയാം, നിങ്ങൾ എപ്പോഴും യെസ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. സോ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മളൊരു പോയിന്റ് വൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വൈസ് നമ്മൾ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ബുള്ളറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, and അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ചില ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ എഴുതുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സബ് ഹെഡിങ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു വൃത്തിയോ അല്ലെ, നമ്മളൊരു ആൻസർ ഷീറ്റ് കാണുമ്പോഴത്തേക്ക്, ഇത് പ്രസന്റ് ചെയ്തത് കാണുമ്പോഴത്തേക്ക് വളരെ നീറ്റ് ആയിട്ട് ഈ ഒരു കുട്ടി എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരു ഇംപ്രഷൻ ആർക്ക് കിട്ടും, എക്സാമിനർക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക്, ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യും, യെസ്, അങ്ങനത്തെ ഒരു ഇംപ്രഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിനെ വളരെ നീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ പ്രസന്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു മിസ്റ്റേക്ക്, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നോട്ട് റിവൈസിങ് ദ ആൻസർ ഷീറ്റ് പ്രോപ്പർലി. നിങ്ങൾ എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് എന്ത് ചെയ്യാണ്, യെസ്, ടീച്ചറിന്റെ അവിടെ ആരാണ് ഇരിക്കുന്നത്, യെസ് അല്ലെ, അവർക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, യെസ്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ടോ, കൃത്യമായിട്ട് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, അല്ലെ, ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടോ, പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടോ, ബുള്ളറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടോ, ആൻഡ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടോ, ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ്, അവസാനത്തെ 5 to 10 minutes നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. നമ്മുടെ ആൻസേഴ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിനിമം 8 minutes എങ്കിലും നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ചെക്ക് ഫോർ സ്പെല്ലിംഗ് എറേഴ്സ്, ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞ കീവേഡ്സ് ഉണ്ടല്ലോ, യെസ്, മിസ്സിംഗ് വേർഡ്സ്, ഓക്കെ, ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ്, ചില ആൻസേഴ്സിൽ നിങ്ങൾ ചില പോയിന്റ്സ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഒരു 5-10 മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റ് എന്ത് ചെയ്യാം, നല്ല ഭംഗിയായിട്ട് അല്ലെ, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ യെസ്, ആരാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യുന്നത് അവരെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറും. ഓക്കെ മക്കളെ, ഇത്രയും മിസ്റ്റേക്സ് നിങ്ങൾ കോമൺ ആയിട്ട് വരുത്തുന്ന കാര്യങ്ങളാണ്. അതിന്റെ സൊല്യൂഷനും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവാൻ, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത്, സോഷ്യൽ സയൻസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മൈൻഡിൽ വെക്കുക. ഇതുപോലെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്താൽ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 95 എബോവ് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ഒബ്വിയസ്ലി സ്കോർ ചെയ്യാം, ഉറപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ടോപ്പ് സ്കോർ തന്നെ കിട്ടും. സോ ഇതൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് ആൻസർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.